പുജേട്ടാ നമസ്കാരം. നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു സുരക്ഷാ ചർച്ച പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടത്താൻ പോവുകയാണ് എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ട്രംപ് വീണ്ടും ഹോർമൂസ് തുറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാനെ ഭീഷണിപ്പെടുത്തുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിൽ ഈ ഒരു സമാധാന ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ എത്തുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും മറുവശത്ത് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അമേരിക്ക തങ്ങളുടെ യുദ്ധവിമാനങ്ങളും 82ാമത് എയർബോൺ ഡിവിഷനിലെ 1500 മുതൽ 2000 വരെ സൈനികരെയും വിന്യസിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം അമേരിക്ക ഇപ്പോഴും അവിടെ സൈനിക വിന്യാസം തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിലെല്ലാത്തിലും ലോകരാജ്യങ്ങളുടെ കണ്ണ് ഹോർമൂസ് കടലിടുക്കിലാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കണം എന്നുള്ളൊരു സാഹചര്യം ഉടലെടുത്തപ്പോൾ ഇറാൻ അതിൽ നിസ്സഹായരായിരിക്കുന്നു എന്നും ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹോർമൂസിലൂടെ ഇനി കടന്നു പോകുന്ന കപ്പലുകൾ വലിയൊരു ഭീഷണി നേരിടേണ്ടി വരും തുറന്നു കഴിഞ്ഞാലും. അതുകൊണ്ട് അത് അടച്ചിട്ടിരിക്കുന്നതാണ് നല്ലത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ അവിടെ മൈനുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഈ മൈനുകൾ വിന്യസിച്ചിരിക്കുന്ന മൈനുകൾ തിരിച്ചെടുക്കാൻ ഇറാനെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിന്റെ സാങ്കേതിക വിദ്യ അവർക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മൈനുകൾ വിന്യസിച്ച ആ ഒരു സ്ഥലം പോലും ഇറാൻ ഇപ്പോൾ അറിയില്ല എന്നാണ് ഇപ്പോൾ ഇറാനിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഈ യുദ്ധം ഉണ്ടായ സമയത്ത് വളരെ തിടുക്കപ്പെട്ട് ഇത് വിന്യസിക്കുകയായിരുന്നു. പിന്നെ ഈ കടലിന്റെ ആ ഒരു തിരയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പ്ലേസ് ചെയ്ത സ്ഥലത്ത് നിന്നും ഈ മൈനുകൾ ഒഴുകിപ്പോയി വേറൊരു സ്ഥലത്തേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കപ്പലുകൾ അതുവഴി കടന്നു പോകുന്നത് വളരെ ഡേഞ്ചറാണ് എന്നും ഇപ്പോൾ ഇറാൻ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരെ സഹായിക്കാൻ ഒരു രാജ്യത്തിനെ ലോകത്ത് കഴിയൂ എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ സാങ്കേതിക വിദ്യ, ഈ മൈനുകൾ നീക്കം ചെയ്യാനുള്ള നല്ല സാങ്കേതിക വിദ്യ ഉള്ളത് ബ്രിട്ടന്റെ കയ്യിലാണ്. അപ്പൊ ബ്രിട്ടൻ അവരെ സഹായിക്കാൻ വരുമോ എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് മറ്റൊരു വാർത്ത നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്തിരുന്നു. ഇറാൻ ഒരു ഭൂപടം തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലോകത്തിന് ഒരു ഭൂപടം തയ്യാറാക്കി കൊടുക്കുന്നു. കാരണം ഈ ഹോർമൂസിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എന്നുള്ളതാണ് ഈ ഭൂപടത്തിലുള്ളത്. അപ്പോൾ ഇവർ ഈ ടോൾ വെക്കുന്നു എന്ന് പറയുന്നത് ടോൾ വാങ്ങിച്ചിട്ട് കപ്പൽ പോകാനുള്ള റൂട്ട് ഇവർ വരച്ചു കൊടുക്കും. കാരണം ഈ മൈൻ എവിടൊക്കെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് അറിയാം, ഏകദേശം അറിയാം. അതിൽ തട്ടാതെ മുട്ടാതെ പോകാനുള്ള റൂട്ടാണ് ഈ വരച്ചു കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളത്തിലെ വിശദമായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഇന്നത്തെ ഒരു ചർച്ച ഇസ്ലാമാബാദിൽ നടക്കുന്നു. ഇസ്ലാമാബാദ് നടക്കുമ്പോൾ ഒരു പറ്റം പാക് വിമാനങ്ങൾ, പാക് പോർ വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് പറന്നിട്ടുണ്ട്. അതിനെ ലോകം രണ്ട് രീതിയിലാണ് കാണുന്നത്. പാകിസ്ഥാൻ പറയുന്നത് ഇറാൻ പ്രതിനിധികൾക്ക് സംരക്ഷണം ഒരുക്കാനാണ് ഞങ്ങൾ പോകുന്നത്, ഞങ്ങളുടെ ഇരുമ്പ് ചട്ടക്കൂടിനുള്ളിലായിരിക്കും ഇറാന്റെ പ്രതിനിധികൾ വരുന്നത്, ഇസ്രായേൽ പണി നടത്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സംരക്ഷണം കൊടുക്കുന്നത്. പക്ഷെ എല്ലാവരും അതിനെ കാണുന്നത് ഈ ട്രംപ് ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ ലോകത്തിന്റെ മുഴുവൻ സഹായം ചോദിച്ചിട്ടുണ്ട്, നാറ്റോയും അല്ലെങ്കിൽ പിന്നെ അവരോടൊപ്പം നിൽക്കുന്നത്. അങ്ങനെ ഇറാൻ അടിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയോടൊപ്പം ചേരുന്നതിന് വേണ്ടിയിട്ടാണോ ഈ പാകിസ്ഥാന്റെ ഒന്നും രണ്ടും വിമാനങ്ങളല്ല പോയിരിക്കുന്നത്, ഒരു പറ്റം വിമാനങ്ങളാണ് പോയിരിക്കുന്നത്. അതിനകത്ത് F-17 ഉണ്ട്, F-16 ഉണ്ട്, ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളുണ്ട്. അങ്ങനെ ഒരു വലിയ പടയാണ് പോയിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം. ചർച്ച നടക്കുന്നു. ആ ചർച്ച എത്രത്തോളം വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ലെബനനിൽ വെടിനിർത്തൽ വേണമെന്നാണ് ഈ ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ വെടിനിർത്തലിലേക്ക് ലെബനൻ എത്തിയിട്ടില്ല. അമേരിക്കയും മറ്റും പറയുന്നത് ലെബനനും ഈ ചർച്ചയുമായി ബന്ധമൊന്നും ഇല്ല എന്ന് പറയുന്നെങ്കിലും ട്രംപ് ഇപ്പോൾ പറഞ്ഞിട്ട് ഇസ്രായേൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് അടിയൊന്നും നിർത്തി വെച്ചിട്ടുണ്ട്. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹോർമുസിലാണ് ഇപ്പോൾ ട്രംപ് പിടിമുറുക്കിയിരിക്കുന്നത്. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഈ ഹോർമുസിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഇറാന് ചെയ്ത് കൊടുത്താൽ ഇറാൻ ഒരുപക്ഷെ ഹോർമുസ് തുറക്കും, എങ്കിൽ അത് പുറത്തോട്ട് വരാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഹോർമുസിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്താണ്. ഹോർമുസ് കടലെടുക്കുക എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലാണെന്ന് തോന്നുന്നു. ഇത് വളരെ വിശദമായിട്ട് ഒരുപാട് തവണ ഹോർമുസിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തിട്ടുള്ള ഒരു ചാനൽ. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഹോർമുസ് ഒരു തലവേദനയായിട്ട് മാറും, ഇതൊരു ഒരു ചതിക്കുഴിയായിട്ട് മാറും, ഇതൊരു വലിയ അപകട സൂചനയാണ് ഈ ഹോർമുസ്, നമ്മൾ അന്നേ പറഞ്ഞിരുന്നു. ഇപ്പൊ അത് സംഭവിച്ചിരിക്കുന്നു. കാരണം ഇറാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈനുകൾ നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ യുദ്ധഭൂമിയിലും മറ്റുമൊക്കെ അത് നമ്മുടെ രാജ്യത്തിലെ ഈ നമ്മളെ ഈ പട്ടാളക്കാർ കാശ്മീരിലും മറ്റുമൊക്കെ നമ്മുടെ പട്ടാളക്കാരൊക്കെ ചില ഈ ഭീകരവാദികളെ അമർച്ച ചെയ്തിട്ട് ഈ ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവര് ഇങ്ങനെയുള്ള അപകടങ്ങൾ പറ്റാണ്ട് ഈ കുഴിബോംബ് തട്ടി അവര് ജീവഹാനി സംഭവിക്കുന്ന, വീരമൃത്യു സംഭവിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി രൂക്ഷമാണ് നമ്മൾ ഈ കരയിൽ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി രൂക്ഷമാണ് കടലിലുള്ളത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പം ഇത് ഇറാന് നീക്കം ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇത് എവിടൊക്കെയാണ് നിക്ഷേപിച്ചിരിക്കുന്നതില്ല, എവിടൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഐഡിയയും ഇല്ല. ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കടലിന്റെ ഗതി അനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴേക്കും ഇത് ഇറാൻ ഇനിയിപ്പോ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്താലും ഒരുമാതിരിപ്പെട്ട കപ്പലുകൾ എന്ത് വിശ്വസിച്ച് അങ്ങോട്ട് പോകുമെന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നു. ഇവിടെയാണ് ഒരുപക്ഷെ
ബ്രിട്ടൻ ഇവരെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വരുന്നത്, ബ്രിട്ടൻ ഇവരെ സഹായിക്കാൻ എത്തുമോ എന്നുള്ള ചോദ്യം വരുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും ഇത് കുറച്ചുകൂടെ ഇത് ഒന്ന് ടൈറ്റ് ചെയ്യാനായിരിക്കും ട്രംപ് ശ്രമിക്കുക. കാരണം ട്രംപ് വഴിയല്ലാതെ ഒന്നും നടക്കാൻ അവിടെ സാധ്യതയില്ല. ഇനിയിപ്പം ബ്രിട്ടൻ ഇപ്പൊ നേരിട്ട് ഇറാന്റെ ഈ മൈനുകൾ നീക്കം ചെയ്യാൻ കഴിയില്ല. അവിടെ ട്രംപ് ഇപ്പോൾ ഒരുപക്ഷെ ഒരു കരാറിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതായത് ഇതിന്റെയൊക്കെ മൊത്തത്തിലൊരു കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് പുള്ളിക്കും കുറച്ച് പൈസ കിട്ടുന്ന കേസാണ്. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ബ്രിട്ടനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു നീക്കം നടത്താൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ഇന്നത്തെ ചർച്ച എത്രത്തോളം വിജയം കാണും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി വിജയിച്ചു എന്ന് രണ്ടു കൂട്ടർ പറഞ്ഞാലും അതിനെ ഒട്ടും വിശ്വസിക്കാനും കഴിയില്ല. ഇതുപോലൊരു ചർച്ചയായിരുന്നു ജനീവയിൽ നടന്നത്. രണ്ടു കൂട്ടരും പറഞ്ഞ എല്ലാം ഓക്കെയാണ്, അടുത്ത ആഴ്ച ബാക്കി ചർച്ചകൾ ഇപ്പൊ നടക്കും എന്ന് പറഞ്ഞതിന്റെ ആ പുലർച്ചെയാണ് കൊണ്ട് ട്രംപ് ബോംബിട്ട് അവിടെ ഖമേനി കൊല്ലപ്പെടുന്നതും ഒക്കെ ആയിട്ട് വലിയ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച എങ്ങനെ എത്തും എന്നറിയാം. ചർച്ച നടക്കുന്ന രാജ്യത്തെ കുറിച്ച് വലിയ മതിപ്പില്ല. ഇതിനകത്ത് ചൈനയും ഈ പാകിസ്ഥാന് വലിയ സമ്മർദ്ദം ചെലുത്തി ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കുറെ അധികം കുഴഞ്ഞു പറഞ്ഞ പ്രശ്നങ്ങൾ കിടക്കുന്നു. ഒരുപക്ഷെ ഈ യുദ്ധം തൽക്കാലത്തേക്കെങ്കിലും ഒരു വെടിനിർത്താനുള്ള സാധ്യത ഒരുപക്ഷെ തെളിഞ്ഞു വന്നേക്കാം. പക്ഷെ ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ നീക്കം വലിയ രീതിയിൽ തന്നെ സൈനിക വിന്യാസം ട്രംപ് നടത്തുന്നുണ്ട്. അത് കാണുമ്പോൾ ഈ ചർച്ച വിജയിക്കുമോ എന്നൊരു സംശയം വരുന്നത്. കാരണം ചർച്ച ഏതെങ്കിലും തരത്തിൽ വിജയിക്കുമെങ്കിൽ, കാരണം ഇപ്പോൾ ഇറാൻ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഒന്നുപോലും അനുസരിക്കുക പ്രയാസകരമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് ആകെ ഒരെണ്ണം മാത്രമാണ് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയുള്ളത്, ഈ ഇളവുകൾ കൊടുക്കാം, ഇല്ല ഉപരോധം നീക്കാം എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ ട്രംപ് വലിയ രീതിയിൽ സൈനിക വിന്യാസം നടത്തുന്നത് എന്തിനാണെന്നൊരു ചോദ്യം കൂടെ വരുന്നു. അതുകൊണ്ട് ചർച്ച പൊളിയുമോ എന്നുള്ളതാണ്. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം ഇറാനിൽ അവരുടെ സൈനികരെ അണിനിരത്തിക്കൊണ്ട് അവർ വലിയൊരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അവിടെ ഇപ്പൊ ജനങ്ങൾ ഇപ്പോൾ അവിടുത്തെ സർക്കാരിന് അനുകൂലമായിട്ട് തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ അവരും തയ്യാറായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഈ ചർച്ച വെറും ഒരു പ്രഹസനമായി മാറും എന്നുള്ളതാണ് ലോകം മുഴുവൻ ഇപ്പൊ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ. ഏതായാലും വളരെ ക്രൂഷ്യലായിട്ട് ലോകം കടന്നു പോകുമ്പോഴാണ് ഇത്തരം ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇത് ഈ ഒരു ചർച്ചയിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാകുമോ എന്നറിയില്ല. പക്ഷേ ഈ ചർച്ച ഹോർമുസിനെ ചുറ്റിപ്പറ്റി മാത്രമാകാനാണ് സാധ്യത. മറ്റൊരു കാര്യത്തിലേക്കും ഈ ചർച്ച പോകാൻ സാധ്യതയില്ല. പക്ഷെ ഇറാൻ മുൻപോട്ട് വെച്ചിരിക്കുന്ന ഒരേ ഒരു ഡിമാൻഡ് ഈ ചർച്ചയിൽ ലെബനനിൽ വെടി നിർത്തണം എന്നുള്ളതാണ്. അതും ഹോർമുസും മാത്രമായിരിക്കും ചർച്ച. ഇറാൻ മുൻപോട്ട് വെച്ച എല്ലാ കാര്യങ്ങളോ ഇല്ല അമേരിക്ക മുൻപോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് ചർച്ച ചെയ്യാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. പകരം ഈ ഒരൊറ്റ കാര്യത്തിലായിരിക്കും ചർച്ച ഉണ്ടാകുക. ഈ ഹോർമുസ് കടലെടുക്ക് തുറന്നു കൊടുക്കാമെന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടർക്കും തുല്യമായ വിജയം അവകാശപ്പെടാൻ കഴിയും. ട്രംപ് ഞാൻ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയാൻ കഴിയും. ഇറാനെ സംബന്ധിച്ച് ഞങ്ങളിത് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. 100-800 കപ്പലുകൾ കിടപ്പുണ്ട് അവിടെ, എണ്ണ ടാങ്കുകൾ കിടപ്പുണ്ട്, ഒരു രാജ്യത്തെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് തുറന്നു കൊടുക്കാം എന്ന് ഒരു മനസാക്ഷിക്കാരനായിട്ട് ഒരു നല്ല പിള്ളയായിട്ട് ഇറാനും മാറാം. ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഈഗോയ്ക്ക് ഹർട്ട് ചെയ്യാതെ തന്നെ ഞാൻ പറഞ്ഞതുകൊണ്ടല്ല ശരിയായി എന്നും പറയാം. ഈ രണ്ട് കാര്യത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇതെന്താകും എന്നുള്ളതിനെ കഴിഞ്ഞിട്ടേ പിന്നെ ലെവലിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും.